നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 ഒക്ടോബർ 18 മുതൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടകൻ രാശിയിൽ ഡിസംബർ 5 വരെ ഈ വ്യാഴം ഉണ്ടാവും. ആ കാലയളവിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ എന്ന് പറയുന്നത് മലയാള മാസം തുലാം 1 മുതൽ വൃശ്ചികം 18 വരെയാണ്. വ്യാഴത്തിന്റെ ഈ മാറ്റം ബഹുഭൂരിപക്ഷം നക്ഷത്രക്കാർക്കും ഗുണം ചെയ്യും. കാരണം വ്യാഴം ഒരു ശുഭഗ്രഹമാണ്, ആർക്കും ഒരു ദോഷം ചെയ്യുന്ന ഗ്രഹമല്ല. അഥവാ ഏതെങ്കിലും പാപഗ്രഹത്തിന്റെ ദോഷം ഏതെങ്കിലും രാശിയിലുണ്ടെങ്കിൽ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ സാന്നിധ്യമോ ഒക്കെ വരുന്ന കാലയളവിൽ ആ പാപഗ്രഹത്തിന്റെ ശക്തിയൊക്കെയും കുറച്ച് നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ലഭിക്കും. അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത. അതായത് ദേവഗുരുവായ ബൃഹസ്പതിയാണല്ലോ വ്യാഴം. അപ്പം ആർക്കും ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല. അതുകൊണ്ട് വ്യാഴത്തിന്റെ ഈ മാറ്റം നല്ല ഗുണങ്ങളൊക്കെ തന്നെയാണ് ഭൂരിപക്ഷം ആളുകൾക്കും ലഭിക്കുക. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടക്കൂർ. മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ ഫലങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഫലങ്ങൾ എല്ലാ രാശിയുടെയും ഒറ്റ നോട്ടത്തിൽ അറിയാൻ വേണ്ടി ആണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. വളരെ ചുരുക്കിയായിരിക്കും പറയുക. വിശദമായിട്ട് എൻ്റെ പല പ്രഭാഷണങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടി ഒറ്റ നോട്ടത്തിൽ ഓരോ കൂറുകാർക്കുമുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇവർക്ക് നല്ല അനുഭവങ്ങളൊക്കെയാണ് മേൽപ്പറഞ്ഞ കാലയളവിൽ ഉണ്ടാകാൻ പോകുന്നത്. മേടക്കൂറിന് 7.5 ശനിയുടെ നല്ല ചീത്ത ഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നല്ല കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു ശമനം ഉണ്ടാകും ഈ കാലയളവിൽ. തടസ്സങ്ങളൊക്കെ മാറും, ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും, പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും അവരിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയൊക്കെ ഉണ്ടാകും. കുടുംബ സൗഖ്യം നേടും. ജീവിത പങ്കാളിയുമായി നല്ല ബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ പറ്റും. മനസമാധാനത്തോടു കൂടി ഈ ഒരു കാലയളവ് ഉണ്ടാകും, ജീവിക്കാൻ പറ്റും. അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി മേടക്കൂറുകാർ ഈ കാലയളവിൽ ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരമര ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇവർക്ക് നല്ല സമയമാണ്. എന്നാൽ ഈ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ മുതൽ ഒരല്പസ്വല്പം ചീത്ത അനുഭവങ്ങൾ കൂടി നമ്മൾ അനുഭവിക്കേണ്ടി, ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. പ്രവൃത്തി മേഖലയിൽ പലവിധ തർക്കങ്ങളുണ്ടാകും, ശത്രുക്കൾ ശക്തരാകും, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ പല അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും. ധനവരവുണ്ടെങ്കിലും ചെലവ് വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ വളരെയധികം പാടുപെടും. അയൽബന്ധങ്ങൾ വഷളാകും. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ തന്നെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഉണ്ടാകാതെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ജീവിത പങ്കാളി മുഖാന്തര നേട്ടങ്ങളൊക്കെ ഉണ്ടാകും.
കൂടുതൽ ഈശ്വരവിശ്വാസത്തോടും വ്യാഴത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി കൃഷ്ണക്ഷേത്രത്തിൽ കദളിപ്പഴ തിരുമധുരവും തൃക്കൈവെണ്ണയും ഭാഗ്യസുഖാർച്ചനയൊക്കെ നടത്തി വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി ഈ കാലയളവ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരം അര, തിരുവാതിര, പുണർതം മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്, നല്ല അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യാഴം മാറുന്നു എന്ന് വെച്ച് യാതൊരുവിധ ദൂഷ്യങ്ങളും ഉണ്ടാവില്ല. വീണ്ടും നല്ല ഫലങ്ങളൊക്കെ തന്നെയും നമുക്ക് ലഭിക്കും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രവൃത്തി മേഖലയിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. പൂർത്തിയാകാതെ കിടന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും തടസ്സങ്ങളൊക്കെ മാറി നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല അനുഭവങ്ങളൊക്കെയും വന്നു ചേരും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലൊക്കെ വിജയിക്കുകയും വിദ്യാവിജയം നേടുകയും ചെയ്യും. അങ്ങനെ നല്ല അനുഭവങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർതം കാല്, പൂയം, ആയില്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശാരീരിക അസ്വാസ്ഥതകളൊക്കെ മാറും, തടസ്സങ്ങൾ മാറിക്കിട്ടും, യാത്രകൾ ഗുണം ചെയ്യും, ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. സ്ഥിരകാല അഭിലാഷം സബലീകൃതമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. വാക്കു പാലിക്കാൻ സാധിക്കും. കിട്ടാക്കടം തിരികെ ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഗുണം ചെയ്യും. അങ്ങനെ സന്തോഷകരമായ ഒരു കാലയളവായിരിക്കും. അതെല്ലാം ഭംഗിയാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർതം കാല്, പൂയം, ആയില്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശാരീരിക അസ്വാസ്ഥതകളൊക്കെ മാറും, തടസ്സങ്ങൾ മാറിക്കിട്ടും, യാത്രകൾ ഗുണം ചെയ്യും, ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. സ്ഥിരകാല അഭിലാഷം സബലീകൃതമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. വാക്കു പാലിക്കാൻ സാധിക്കും. കിട്ടാക്കടം തിരികെ ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഗുണം ചെയ്യും. അങ്ങനെ സന്തോഷകരമായ ഒരു കാലയളവായിരിക്കും. അതെല്ലാം ഭംഗിയാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർതം കാല്, പൂയം, ആയില്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശാരീരിക അസ്വാസ്ഥതകളൊക്കെ മാറും, തടസ്സങ്ങൾ മാറിക്കിട്ടും, യാത്രകൾ ഗുണം ചെയ്യും, ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. സ്ഥിരകാല അഭിലാഷം സബലീകൃതമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. വാക്കു പാലിക്കാൻ സാധിക്കും. കിട്ടാക്കടം തിരികെ ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഗുണം ചെയ്യും. അങ്ങനെ സന്തോഷകരമായ ഒരു കാലയളവായിരിക്കും. അതെല്ലാം ഭംഗിയാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.